ഹലോ, നമ്മളിന്ന് ഒരു നാടൻ പൊതിച്ചോറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് രുചികരമായ രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മസാലയൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 3 അയല എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ നന്നായിട്ടിത് മസാലയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അവസാനം ആകുമ്പോഴേക്കിത് വറുത്തെടുത്താൽ മതിയാവും. നന്നായിട്ട് തന്നെ ഒന്ന് മസാല പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ തോരനുള്ള പണി നോക്കാം. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചോപ്പറിലേക്ക് ഇടുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ സവോള, ഒരു ചെറിയ സവോള എടുത്തിരുന്നു, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഇതുപോലെ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കൂടുതലങ്ങ് സവോള അങ്ങ് വെള്ളമായി പോകും. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 പിടി തേങ്ങ, അതും ചിരവി എടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കുഞ്ഞുള്ളിയും 2 വറ്റൽമുളക് അതൊന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് അടുത്തായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് 2 ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുകിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി അതിലേക്കൊരു
4 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അതും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു 2 മുട്ട പൊട്ടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ കറികളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. ഇനി ഒരു ഇല വെട്ടിയെടുക്കാം. അപ്പോൾ വാഴയില നമുക്കിതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വാഴയിലയൊക്കെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കി എടുക്കാം.